നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ പരക്കാട്ട് ജ്വല്ലേഴ്സിൽ വന്നപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കണ്ണുടക്കിയത് ജുംക്കയിലേക്കാണ്. പാലക്കൊക്കെ വെച്ചിട്ട്, പാലക്ക സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഇത്രയധികം വെറൈറ്റീസ് കാശിലുള്ള അധികം ഒന്നും പറഞ്ഞു പൊലിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പം മാം നമുക്ക് പരിചയപ്പെടുത്താം അല്ലേ? ഓക്കെ. ഈ കാശ് മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനെക്കുറിച്ച് അതെ, അത് കാശുമാല നമ്മുടെ കയ്യിൽ ലക്ഷ്മി വള, അഷ്ടലക്ഷ്മി വള, ദശാവതാരം, ബാംഗിൾസ് എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതുമൊക്കെ ആയിട്ട് കാശിൻ്റെ മാല, അടുക്ക് കാശും അങ്ങനെയൊക്കെയുള്ള മാലയൊക്കെ ആയിട്ട് കറക്റ്റ് കോമ്പിനേഷൻ പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഗേരു ഫിനിഷ് വരുന്ന ഹാൻഡ് വർക്ക്, ഫ്ലോറൽ മോട്ടീഫ് വരുന്ന ആ ഒരു ഇപ്പോഴത്തെ ട്രെൻഡി കുട്ടികൾക്ക് പറ്റിയ രീതിയിലുള്ള ഒരു വർക്കാണ്. ഇതെല്ലാം നമ്മുടെ ട്രഡീഷണൽ ആ ഒരു കശ വർക്ക് എന്ന് പറയും. ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല അല്പം ലൈറ്റ് ആയിട്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പുരാതന കാലം മുതലുള്ള, അതെ അതെ, ഇത് നെല്ല് ജിമുക്ക എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റോൺ വരുന്നതുകൊണ്ട് വൈറ്റ് സ്റ്റോണും റൂബി കളർ സ്റ്റോണും, ഇതൊക്കെ ഹാൻഡ് വർക്കിൽ വരുന്ന. ഇതും അതുപോലെ ഒരു ട്രഡീഷണൽ ഡിസൈൻ തന്നെയാണ്, അല്പം നെറ്റ് പോലെയുള്ള പാറ്റേൺ. ബട്ട് ആ ഒരു കശക്കമ്പി എന്ന് പറയും ഇതിന്, കശക്കമ്പിയും, അതെ അതെ, അത് പിന്നെ അതിൻ്റെ മുകളിൽ ആ കട്ടിങ് കൊടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഷൈനിങ് ആയിരിക്കും. കാതിൽ കിടക്കുമ്പോൾ ഭയങ്കര ഷൈനിങ് ആയിരിക്കും. അതന്നെ അതന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു ഇതുപോലെ തന്നെ ഒരു ഡിസൈനാണ്. ട്രഡീഷണൽ നമുക്ക് ഫ്ലോറൽ തന്നെ വന്നിട്ട് ഇതിനകത്ത് ഇത് അതെ 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 സ്റ്റോൺസ് വരുന്നുണ്ട്. ഇതൊരു പഴയ അവിൽമാല എന്നൊക്കെ പറയുന്നത്, അതിനോട് ചേരുന്ന തരം ഒരു വർക്കാണ് ഇതിൽ വരുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് ഈ പാലക്ക, മുല്ലമൊട്ടുമാല ഇതൊക്കെ എനിക്കറിയാമോ, അപ്പം അത്യാവശ്യം പേരുകളൊക്കെ എനിക്കറിയാമെന്നായിരുന്നു ധാരണ. ഇവിടെ വന്നപ്പോൾ ആ ധാരണ എങ്ങ് മാറി കിട്ടി. ആകെപ്പാട് അവിൽ മിൽക്ക് മാത്രമേ എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു കമ്മലുണ്ട്, അങ്ങനെ ഒരു മാല ഉണ്ട് എന്നൊക്കെ ഇവിടെ വന്നപ്പോഴേക്കും മനസ്സിലായി. അപ്പോൾ അത് ഇതൊക്കെയാണെങ്കിലും ശരിക്കും ഭരതനാട്യം മോഡൽ നമ്മൾ ഡാൻസിന് ഉപയോഗിക്കുന്ന, അതെ അതെ, അതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മുത്തുകൾ, ആർട്ടിഫിഷ്യൽ മുത്തൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന. ഇത് റിയൽ ഗോൾഡിലും ഈ ഒരു ഭരതനാട്യം എന്ന് പറയുന്ന ഒരു ജിമുക്ക സെറ്റ് നല്ല പഴയ കാലം മുതലുള്ള. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു നെല്ല് വളരെ മൈന്യൂട്ടായിട്ടുള്ള നെല്ല് വെച്ചിട്ട് കൂടെ സ്റ്റോൺസും കൂടെ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഈ അതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്കാണ്. നിങ്ങൾ ഇടണം എന്നാഗ്രഹിക്കുന്ന ഓരോ സാധനവും ഒരു കൈ കൊണ്ട് ചെയ്തെടുത്തതാണ്. എത്ര ഡെഡിക്കേറ്റ് ചെയ്ത്, എത്ര ടൈം അതിൻ്റെ പുറത്ത് സ്പെൻഡ് ചെയ്ത്, എത്ര മാൻ പവർ സ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കാതിലിടാൻ പോകുന്ന ആ സാധനം ഇട്ടിരിക്കുക. മിഷൻ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കതൊരു വേറൊരു ഫീലാണ്. ഓക്കെ ഫൈൻ. ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഫീലാണ്. അത് അനുഭവിച്ചവർക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫേർട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെപ്ത് എന്താണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാവത്തുള്ളൂ. അപ്പം ഈ കമ്മലിലൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രിക്യൻസ് ഇല്ല, നല്ല അടിപൊളി ഫിനിഷിംഗ് ആണ്. തൊട്ട് നോക്കുമ്പോഴാണെങ്കിലും എല്ലാം സ്മൂത്ത് എഡ്ജസ് ആണ്. കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ കളർ കോമ്പിനേഷൻസിനുള്ള ബാക്കിയുള്ള ഓർണമെൻറ്റ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരുപാട് ഇയറിങ്സ് ഞാനിവിടെ നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കാണാം.
ഒരുപാട് കളക്ഷൻസ് കണ്ടു. നിങ്ങൾ സ്ഥലം മറക്കരുത്. നമ്മുടെ സ്വന്തം പറക്കാട്ട് ജ്വല്ലറിയിൽ നിന്നിട്ടാണ് ഞാൻ ഈ വാചക കസരത്തൊക്കെ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 1-2 ഡിസൈൻസ് ഒക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഓടിപ്പോരെ, വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒന്നും ആരും കൊണ്ടുപോകാതെ നോക്കണ്ടേ മക്കളെ. അപ്പോൾ ബൈ, ഹാവ് എ നൈസ് ഡേ.